എന്താണ് ഇതിന്റെ തലമുടി ഇങ്ങനെ ആകെ ചകിരി പോലെയൊക്കെ നിൽക്കണേ? ഒരു വൃത്തിയില്ലല്ലോ ഇതിന്റെ തലമുടി കാണാനായിട്ട്, ഒരു ഭംഗിയില്ലല്ലോ കാണാനായിട്ട്. ഇതിന്റെ മുടി നമുക്കൊന്ന് ഭംഗിയാക്കിയാലോ? ഇതിന്റെ മുടി ഭംഗിയാക്കാൻ നമുക്കൊരു അടിപൊളി വെളിച്ചെണ്ണ കാച്ചുമല്ലോ, കുട്ടികളുടെ വെളിച്ചെണ്ണ, കുട്ടികൾക്കായിട്ട് മാത്രം ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണ. അപ്പോൾ അത് നീരുവീഴ്ച വരാണ്ടിരിക്കാനും, ഇപ്പോൾ ചൂടുകാലമൊക്കെ തുടങ്ങിയില്ലേ, നല്ല ചൂട് കാലം തുടങ്ങി. അപ്പോൾ കുട്ടികൾക്കൊരു തണുപ്പ് കിട്ടും വേണം, എന്നാലേ നീരുവീഴ്ച വരാനും പാടില്ല. അപ്പോൾ നമുക്ക് അതിനൊക്കെ ആയിട്ടൊരു വെളിച്ചെണ്ണ കുട്ടികൾക്ക് കാച്ചി ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കാച്ചാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇത് കാണുന്നത്. ഇത് ത്രിബലയാണ്, ചെത്തിപ്പൂവ്, ചുവന്നുള്ളി, പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക്, പിന്നെ കുറച്ച് പൂവാങ്കുറുന്നലാണിത്. പൂവാങ്കുറുന്നൽ ഒരു കടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തുളസിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് മൊയിൽ ചെവിയാണ് കേട്ടോ, മൊയിൽ ചെവി. അതും ഒരു വലിയൊരു കടയാണ് മൊയിൽ ചെവി. അപ്പോൾ ഇത് എല്ലാതും കൂടെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. എല്ലാ മരുന്നുകളും കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഇലകൾ മാത്രം നമുക്ക് എടുത്ത് ഒരു ചെറിയൊരു ഉരുളിയിലിടാം കേട്ടോ, എല്ലാ മരുന്നും. ഇത് ചെമ്പരത്തിയുടെ മുട്ടാണ് കേട്ടോ. ചെമ്പരത്തിയുടെ പൂവല്ല, മുട്ടാണ് എടുത്തോണ്ട്. പൂവിനേക്കാളും നല്ലത് മുട്ടാണ്. അപ്പോൾ നമുക്ക് ചെമ്പരത്തിയുടെ മുട്ടും അതുകൂടി എടുക്കാം. എല്ലാതും കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു ചെറിയ ഉരുളിയിലിട്ടിട്ട് നമുക്കത് അടുപ്പമ്മ വെച്ച് ഇനി നമ്മൾ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്ത് നോക്കണത്. അപ്പോൾ അതേ വെളിച്ചെണ്ണ 1/2 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ വെളിച്ചെണ്ണ, അതിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. ഞാൻ കുറച്ച് മരുന്നുകൾ എടുത്ത കാരണം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ചീഞ്ചട്ടി അടുപ്പമ്മ കയറ്റി വയ്ക്കാം കേട്ടോ. ഇത് സ്റ്റൗവൊക്കെ കത്തിച്ചിട്ടുണ്ട്. സ്റ്റൗ ഫുള്ളിലാണ് കത്തിച്ചോണേ. തിളയ്ക്കണ വരേക്കും നമുക്ക് നല്ലവണ്ണം തീ കത്തിക്കണം. തിളച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സിമ്മാക്കി ഇടാം. ഇപ്പം നന്നായി തീ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ മരുന്നുകളൊക്കെ നമുക്കൊരു ചെറിയ ചട്ടകം ഉപയോഗിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തിളയ്ക്കണ വരേക്കും നമുക്ക് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു പിടി കറുകപ്പുല്ലാണ് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക്, കുട്ടികളുടെ വെളിച്ചെണ്ണ കാച്ചിനയിലേക്ക് കറുകപ്പുല്ല് നല്ലതാണ്. അപ്പോൾ അത് നന്നായി പറിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ വെളിച്ചെണ്ണ ഈ കൂട്ടിക്കൂടെ നമ്മുടെ അതുകൂടി അത് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കറുകപ്പുല്ലായതുകൊണ്ട് ഒപ്പിടേണ്ടത് അവസാനം ഇട്ടാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ടത്. ഇനി നന്നായി ഇളക്കി നമ്മുടെ സ്റ്റവ് സിമ്മാക്കി ഇടാം. വെളിച്ചെണ്ണ ഒരുവിധം വറ്റണ വരേക്കും, അതായത് ഈ മരുന്നുകളൊക്കെ മൊരിഞ്ഞ് കിട്ടണ വരേക്കും നമുക്ക് ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുവിധം നമ്മുടെ മരുന്നുകളൊക്കെ മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി നന്നായി അത് വറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിടി കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കണം. അത് 2 കതിര് കറിവേപ്പില ഇടണം അതിലേക്ക്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മരുന്നുകളൊക്കെ മൊരിഞ്ഞിട്ടുണ്ട്. ആ മൊരിഞ്ഞത് നമുക്ക് നന്നായി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പിടി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വേപ്പില പെട്ടെന്ന് അതിൽ കിടന്ന് മൊരിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് നമ്മുടെ എണ്ണ മൊരിഞ്ഞിട്ടുണ്ട്, എണ്ണയുടെ മരുന്നുകളൊക്കെ മൊരിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വേപ്പില ഇടുമ്പോൾ. അപ്പോൾ ഇതേ വേപ്പിലയൊക്കെ മൊരിയണ കണ്ട. അപ്പോൾ അതായത് നമ്മുടെ മരുന്നൊക്കെ മൊരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നല്ലോണം ചൂടാറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ മരുന്നുകളൊക്കെ അതിൽ നിന്ന് മൊരിഞ്ഞ മരുന്നുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം, ഇല്ലെങ്കിൽ എണ്ണ കുറേ കുടിച്ചു പോകും. അപ്പോൾ ഇത് അതിൽ നിന്ന് മരുന്നൊക്കെ കോരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. മരുന്ന് കോരി എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇതിൽ അരിപ്പ വെച്ചിട്ട് നമ്മുടെ ഈ വെളിച്ചെണ്ണയൊക്കെ അരിച്ചെടുക്കാം. എണ്ണയൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഡബ്ബയിൽ ഇത് അരിച്ചൊഴിച്ച് സൂക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടാറി ഇത് അരിച്ച് ഡബ്ബയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നിങ്ങൾക്ക് തേച്ച് തരട്ടെ. അപ്പോൾ ഇതാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ. ഉണ്ടാക്കിയ വെളിച്ചെണ്ണ നിങ്ങൾ കണ്ടില്ലേ, ഉണ്ടാക്കേണ്ട വിധം കണ്ടില്ലേ.
അപ്പോൾ നമുക്ക് ഇത് ഇവളുടെ തലയിലും എല്ലാ കുട്ടികളുടെ തലയിലും നമുക്കിതൊന്ന് തേച്ച് കൊടുത്തിട്ട് കുളിപ്പിക്കാം. കുട്ടികൾക്ക് നല്ല ചൂടിറങ്ങാണ്ടിരിക്കാനും കണ്ണിക്കേട് വരാണ്ടിരിക്കാൻ, ചൂടിറങ്ങി കണ്ണിൽ ചോപ്പൊക്കെ വരും, അതൊക്കെ ഇല്ലാണ്ടിരിക്കാനും മുടി വളരാനും എന്നാൽ നീർവീഴ്ച വരാണ്ടിരിക്കാനൊക്കെ ആയിട്ടുള്ള വെളിച്ചെണ്ണ. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നോക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ടതൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ടത് കണ്ടതിട്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ. മറ്റുള്ളവർക്ക് ഇത് അറിയണ്ടേ വെളിച്ചെണ്ണ ഇങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പിന്നെ ലൈക്കൊന്ന് ചെയ്തോളൂ കേട്ടോ, കമൻറ്റ് ചെയ്തോളൂ. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്കിത് ഇവളുടെ തലയിൽ വെളിച്ചെണ്ണ തേച്ച് ഒന്ന് അടിപൊളിയാക്കണം. ഇവളുടെ മുടി കണ്ട ചപ്പറ കിടക്കണം. തേക്കാടി നിൽക്കട്ടാ. നല്ല മണമുണ്ട് കേട്ടോ. ഉള്ളി നല്ല മണല്ലേടി, നല്ല മണവും നല്ല ഗുണവും ഒക്കെ ഉള്ള വെളിച്ചെണ്ണീന്. നിനക്കെന്തിനാ ഇത് മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് നിറയിൽ കുറച്ച് തേക്കുക, നല്ല കുട്ടികൾക്ക് തണുപ്പൊക്കെ ഇറങ്ങുള്ളൂ. പിന്നെ തലമുടിയുടെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് വല്ല പയറുപൊടിയോ അല്ലെങ്കിൽ താളിപ്പൊടിയോ ഒക്കെ ഇട്ടിട്ട് കുളിപ്പിച്ചാൽ മതി. സോപ്പൊന്നും ഇട്ട് തേക്കണ്ട കേട്ടോ കുഞ്ഞുങ്ങളുടെ തലയിൽ. ഇത് കണ്ടപ്പോൾ ബാക്കിയുള്ള സുന്ദരികളൊക്കെ ഓടി വരും. അതെ, സുന്ദരികൾ കുറേ ഓടി വരും. ഞങ്ങളോടൊക്കെ സുന്ദരി കുട്ടികളും സുന്ദരന്മാരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊക്കെ പരച്ചു കൊടുക്കാൻ പറയും. ഒക്കെ പരച്ചു കൊടുക്കാം. നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ ഒരു വിഷമമില്ല. കുറച്ച് ചെത്തിപ്പൂവും കരിഞ്ചീരകവും ഒക്കെ മതി. അപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ ചെമ്പരത്തി പൂവും ഉണ്ടാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സാധാരണ വെളിച്ചെണ്ണയും ഈ എന്തിട്ട് പറയുക മറ്റേ നീലക്കുപ്പിയിലത്തെ വെളിച്ചെണ്ണ എന്നിട്ടാടി പാരച്ചൂട്ടൊന്നും കുട്ടികൾക്ക് പരട്ടണ്ട. ഇങ്ങനത്തെ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായിട്ട് ആട്ടണോട്ടന്ന് വെളിച്ചെണ്ണ മേടിക്കുക. എന്നിട്ട് ഇതുപോലത്തെ വെളിച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ ഈ അമ്മമാരുടെ നീലമരി അതൊന്നും ഇട്ട വെളിച്ചെണ്ണ ഇപ്പോൾ വീട്ടിൽ പരറ്റി കൊടുക്കണ്ട. അതൊക്കെ വലുതായിട്ട് പരറ്റി കൊടുക്കാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീണ്ടും പറയണു കമൻറ്റ് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, സബ്സ്ക്രൈബ് ചെയ്തോളോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും ബൈ.